പ്രണയത്തിന് പ്രായമുണ്ടോ? ഉണ്ടെങ്കിൽ അത് നോക്കാൻ ഈ സിനിമയ്ക്ക് സമയമില്ല. ബേത്ലഹേം കുടുംബ യൂണിറ്റ്. ചോരയും തോക്കും ബോംബും പ്രതികാരവും ഇരുട്ടും നിറഞ്ഞ സിനിമകൾക്കിടയിലേക്ക് ഒരു ഓണക്കാറ്റ് പോലെ കയറി വരികയാണ് ഗിരീഷ് ഏടിയുടെ ബേത്ലഹേം കുടുംബ യൂണിറ്റ്. വലിയ അവകാശവാദങ്ങളില്ല, ഞെട്ടിക്കുന്ന കഥയില്ല, ലോകം കീഴ്മേൽ മറിക്കുന്ന ട്വിസ്റ്റുകളുമില്ല. പകരം കുറച്ചു മനുഷ്യർ, കുറച്ച് തമാശകൾ, ഇത്തിരി പ്രണയം, നിറയെ സന്തോഷം. ഒരു റോംകോം ഫാമിലി കൂൾ മൂവി. തണ്ണീർമത്തൻ ദിനങ്ങൾ, പ്രേമലു എന്നീ സിനിമകളിലൂടെ പുതിയ തലമുറയുടെ പ്രണയത്തിൻ്റെയും തമാശയുടെയും താളം ഉൾക്കൊണ്ട സംവിധായകനാണ് ഗിരീഷ് ഏടി. കഥയ്ക്ക് വലിയ ഭാരമില്ല, സിനിമയ്ക്ക് വലിയ ഗൗരവവുമില്ല. പക്ഷേ സ്ക്രീനിൽ നിറയെ ജീവനും ചിരിയും പ്രണയവും പോസിറ്റീവ് എനർജിയുമുണ്ട്. മുണ്ടക്കയത്തെ വീടും കൂട്ടുകാരും പരിചിതമായ ലോകവുമെല്ലാം വിട്ട് അച്ഛനും അമ്മയ്ക്കും അനിയനുമൊപ്പം അങ്കമാലിയിലേക്ക് താമസം മാറുകയാണ് കോളേജ് വിദ്യാർത്ഥിനിയായ ആഷ്ലി. മമിത ബൈജു ആണ് ആഷ്ലി. പുതിയ നാട്, പുതിയ വീട്, പുതിയ അയൽക്കാർ. അയൽ വീട്ടിലാണ് നിവിൻ പോളിയുടെ ജസ്റ്റിൻ. പ്രായം കുറച്ചേറെ മുന്നോട്ട് പോയിട്ടും വിവാഹം മാത്രം സംഭവിക്കാതെ പോയ നാട്ടിൻ പുറത്തുകാരൻ. അച്ഛനും അമ്മയും ഷോർട്ട് ഫിലിം ഭ്രാന്തനായ അനിയൻ ജോയലും ചേർന്നതാണ് ജസ്റ്റിൻ്റെ ലോകം. ആ ലോകത്തിലേക്ക് ആഷ്ലി എത്തുന്നതോടെ കഥയ്ക്ക് ചെറിയൊരു കാറ്റ് പിടിക്കുന്നു. ആദ്യം പരിചയം, പിന്നെ സൗഹൃദം, സൗഹൃദത്തിനിടയിൽ കുസൃതികൾ, അതിനിടയിലൂടെ പതുക്കെ പ്രണയം. പ്രായവ്യത്യാസം അവർക്കിടയിലുണ്ട്, പക്ഷേ പ്രണയം കണക്ക് പുസ്തകവുമായി നടക്കുന്നില്ലല്ലോ. അയൽ വീടുകൾക്കിടയിൽ വിരിയുന്ന ആ ബന്ധത്തിന് മുന്നിലേക്ക് കുടുംബവും സമൂഹവും സാഹചര്യങ്ങളും ചില അപ്രതീക്ഷിത തടസ്സങ്ങളും എത്തുന്നതോടെയാണ് ബേത്ലഹേം കുടുംബ യൂണിറ്റ് അതിൻ്റെ രസമുള്ള വഴികളിലേക്ക് തിരിയുന്നത്. കഥയായി പറഞ്ഞാൽ വളരെ ചെറിയൊരു ത്രെഡ്, അതിനെ മടുപ്പിക്കാതെ ഒരു മുഴുനീള സിനിമയായി കൊണ്ടുപോവുക, അതാണ് ഗിരീഷ് ഏടിയുടെ മിടുക്ക്. കഥയിൽ വലിയ ട്വിസ്റ്റുകൾ കുത്തിനിറയ്ക്കുന്നില്ല. കോമഡിക്ക് വേണ്ടി കഥാപാത്രങ്ങളെ കോമാളികളാക്കുന്നുമില്ല. ഇമോഷന് വേണ്ടി കണ്ണീർ പിഴിഞ്ഞെടുക്കുന്നുമില്ല. ചെറിയ സിറ്റുവേഷനുകൾ, സംഭാഷണങ്ങൾ, നോട്ടങ്ങൾ, വീട്ടിനുള്ളിലെ തമാശകൾ, അയൽപ്പക്കത്തെ കൗതുകങ്ങൾ, അതിലൂടെയാണ് സിനിമ പതുക്കെ നമ്മളിലേക്ക് കയറി വരുന്നത്. സിനിമയ്ക്കൊരു ഫ്രഷ്നെസ് ഉണ്ട്. അത് വെറും ഫ്രെയിമുകളുടെ ഭംഗിയല്ല, കഥാപാത്രങ്ങളിലുമുണ്ട് ആ ഫ്രഷ്നെസ്. സംഭാഷണങ്ങളിലുമുണ്ട്, പ്രണയത്തിലുമുണ്ട്, തമാശയിലുമുണ്ട്. ആ ഫ്രഷ്നെസ് സിനിമ തീരുന്നതുവരെ പ്രേക്ഷകനിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. നിവിൻ പോളിയെയും മമിത ബൈജുവിനെയും ഒരേ ഫ്രെയിമിൽ കാണാൻ മലയാളികൾ കാത്തിരുന്നതിന് കാരണമുണ്ടെന്ന് ഈ സിനിമ തെളിയിക്കുന്നു. നിവിൻ്റെ അനായാസമായ ഹ്യൂമറും ആ പഴയ കുസൃതിച്ചിരിയും വീണ്ടും തെളിയുന്നു. മമിതയുടെ പ്രസരിപ്പും സ്വാഭാവികതയും അതിനൊപ്പം ചേരുമ്പോൾ സ്ക്രീനിൽ നല്ലൊരു കെമിസ്ട്രി പിറക്കുന്നുണ്ട്. നിവിൻ മമിത കോമ്പിനേഷനാണ് സിനിമയുടെ പൾസ്. റൊമാൻസും കോമഡിയും ഇവിടെ രണ്ടായി നിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പല രംഗങ്ങളും സീനായി തോന്നാതെ ജീവിതത്തിലെ ചെറിയ നിമിഷങ്ങളായി അനുഭവപ്പെടുന്നു. ഭൂരിപക്ഷം മനുഷ്യരും സിനിമ കാണുന്നത് എല്ലായ്പ്പോഴും മഹത്തായ കലാസൃഷ്ടിയെ തേടിയല്ല. ചിലപ്പോൾ ജീവിതത്തിൻ്റെ ഭാരം 2 മണിക്കൂർ താഴെ വയ്ക്കാനാണ്, ഒന്ന് ചിരിക്കാനാണ്, മനസ്സൊന്ന് ലഘുവാക്കാനാണ്. പുറത്തിറങ്ങുമ്പോൾ വന്നതിനേക്കാൾ ഇത്തിരി സന്തോഷമുള്ള മനുഷ്യനായി മടങ്ങാനാണ്. ആ ജോലിയാണ് ബേത്ലഹേം കുടുംബ യൂണിറ്റ് ഭംഗിയായി ചെയ്യുന്നത്. ഇതൊരു ഹാപ്പിനെസ് മൂവിയാണ്. സിനിമ കാണുമ്പോൾ പതുക്കെ ഒരു ഊർജം നമ്മളിലേക്ക് കയറി വരുന്നുണ്ട്. കഥാപാത്രങ്ങൾ നമ്മളോട് അടുക്കുന്നു. അവരുടെ സന്തോഷത്തിന് നമ്മളും ചിരിക്കുന്നു. ചെറിയ സങ്കടങ്ങളിൽ നമ്മളും പങ്കുചേരുന്നു. അതേസമയം സിനിമയ്ക്ക് പരിമിതികളുമുണ്ട്. കഥയിൽ വലിയ പുതുമയൊന്നുമില്ല. പല കാര്യങ്ങളും പ്രവചിക്കാം. അടുത്ത സീനിൽ എന്തുണ്ടാകുമെന്ന് ഊഹിച്ചിട്ടും നമ്മുടെ ഊഹത്തെ മറികടക്കുന്ന അത്ഭുതങ്ങൾ അധികമൊന്നുമില്ല. തിരക്കഥയുടെ വഴികളിൽ
കുറച്ചുകൂടി ക്രിയേറ്റീവ് സർപ്രൈസുകൾ ഉണ്ടായിരുന്നെങ്കിൽ സിനിമ മറ്റൊരു ഉയരത്തിലും എത്തുമായിരുന്നു. അതുകൊണ്ട് ഇതിനെ അസാമാന്യമായ സിനിമയെന്ന് വിളിക്കേണ്ടതില്ല. ചില സിനിമകൾ നമ്മുടെ ബുദ്ധിയെ വെല്ലുവിളിക്കും. ചിലത് കണ്ണു നിറയ്ക്കും, ചിലത് ഉറക്കം കെടുത്തും. ചില സിനിമകൾ വെറുതെ മനസ്സ് നിറയ്ക്കും. ബേത്ലഹേം കുടുംബ യൂണിറ്റ് ആ അവസാനത്തെ കൂട്ടത്തിലാണ്. ഓണക്കാലത്ത് കുടുംബത്തോടൊപ്പം പോയി ചിരിച്ച് മനസ്സ് ലഘുവാക്കി മടങ്ങാൻ പറ്റിയ ഒരു സിനിമ. ബേത്ലഹേം കുടുംബ യൂണിറ്റ് ഒരു സിനിമാറ്റിക് കൊടുങ്കാറ്റല്ല, ഒരു മഹാവിസ്മയവുമല്ല. വെയിലേറ്റ് പൊള്ളിയ ഒരു ഉച്ച കഴിഞ്ഞ നേരത്ത് പെട്ടെന്ന് പെയ്യുന്ന വേനൽമഴയില്ലേ, കുടയെടുക്കാൻ തോന്നില്ല, ഓടി മാറാനും തോന്നില്ല. അങ്ങ് നനഞ്ഞങ്ങ് മഴയത്ത് നിൽക്കാൻ തോന്നും. അതാണ് ബേത്ലഹേം കുടുംബ യൂണിറ്റ്.